ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ എം റൈഹാന. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ്. നമ്മൾ സ്ലോവാക്യയിലുള്ള ഡുനാസ്ക സ്ട്രേഡ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഓക്കെ, അത്ര ഭയങ്കര ഹൈഫൈ സ്റ്റേഷനൊന്നുമല്ല, കുറച്ച് വില്ലേജ് ഏരിയ പോലെയാണ്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യം ബ്രാത്തിസ്ലാവയിൽ പോയിട്ട് ബ്രാത്തിസ്ലാവയിൽ നിന്ന് വിയന്ന, ഓസ്ട്രിയ വിയന്നയിൽ പോകാനായിട്ടാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. സ്റ്റേഷനിൽ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ, അതായത് റിഫ്രഷ്മെൻറ്റ്സിനായിട്ടുള്ള, അത് ഞാൻ കാണിച്ചു തരുന്നില്ലേ, വെൻഡിങ് മെഷീനിൽ നമുക്ക് പൈസ ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. അപ്പോൾ ഡുനാസ്ക സ്ട്രഡ സ്റ്റേഷനിൽ നിന്ന് എല്ലാ 20 to 30 മിനിറ്റ്സ്, ബിറ്റ്വീൻ 30 മിനിറ്റ്സിൽ ട്രെയിൻസ് ഉണ്ട് ടു ബ്രാത്തിസ്ലാവ. ബ്രാത്തിസ്ലാവയാണ് സ്ലോവേക്കിയയുടെ ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നാണ് പിന്നെ അടുത്തുള്ള കൺട്രീസിലേക്കൊക്കെ ഉള്ള ട്രെയിൻസ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഡുനാസ്ക സ്ട്രാഡയിൽ നിന്ന് അറൗണ്ട് 55 മിനിറ്റ്സ് എടുക്കും അവിടെ എത്താൻ. അപ്പോൾ അറൗണ്ട് 55 to 1 hour എടുക്കും അവിടെ ബ്രാത്തിസ്ലാവ സ്റ്റേഷനിലെത്താനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റേഷനിൽ ഒന്ന് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള വ്യൂസൊക്കെയാണ്. പ്രത്യേകിച്ച് സ്പെസിഫിക്കലി പറയാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ നല്ല ഗ്രീനറിയൊക്കെയാണ് ഓൺ ദ വേ. അപ്പോൾ നമ്മൾ 1 hour പോണത് അറിയില്ല. ട്രെയിനിൽ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായില്ല, ഓക്കെ ആയിരുന്നു. അപ്പോൾ 1 hour ഒക്കെ ആവാറാകുമ്പോഴത്തേക്കും പിന്നെ പല പല ടൗൺസൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓസ്ട്രിയ അങ്ങനത്തെ നിയർ ബൈ കൺട്രീസിലൊക്കെ പോയിട്ട് 1 day ടൂറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എത്രയും ഏർലി മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു മന്ത്, മീനിങ് ഇപ്പോൾ മെയ് മാസമാണ്. അപ്പോൾ ഒത്തിരി ഏർലി തന്നെ നേരമൊക്കെ വെളുക്കും, അതായത് സൺഷൈനൊക്കെ വരും. അപ്പോൾ നമുക്ക് അറൗണ്ട് 5:50 തൊട്ടിട്ട് അങ്ങോട്ട് ട്രെയിൻ ഉണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളും ഒത്തിരി ഏർലി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ബ്രാത്തിസ്ലാവ എത്താറായിട്ടുണ്ട്, കണ്ട ഹിൽസൊക്കെ കാണുന്നുണ്ട്. ഇനി അനദർ 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങും. ഓക്കെ, അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇൻ ബിറ്റ്വീനൊക്കെ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റേഷനുകളിലൊക്കെ പലരും ഇറങ്ങിയൊക്കെ പോയി. അതാണ് ഒത്തിരി എംപ്റ്റി ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രാത്തിസ്ലാവ എത്താറ് ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രാത്തിസ്ലാവ ഹെലാവന സ്റ്റേഷൻ. അത് ലാസ്റ്റ് ഈ ട്രെയിൻ നിൽക്കുന്നത് ആ സ്റ്റേഷനിൽ. അപ്പോൾ ഈ ഹെലാവന സ്റ്റേഷനിൽ നിന്നാണ് കൂടുതലും ഇൻ്റർസിറ്റി ട്രെയിൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഹെലാവന സ്റ്റേഷനിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ എത്തി ഓൾറെഡി. അതിൻ്റെ 2 സൈഡിലും ഉള്ള ബിൽഡിങ്സും ഒക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. ഈ കാണുന്നുണ്ടല്ലോ, വെള്ളം കുടിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ പബ്ലിക്കിന് വെള്ളം കുടിക്കാനായിട്ട് വെച്ചേക്കണ ഫെസിലിറ്റിയാണ്. പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാം. ഓക്കെ, നമ്മൾ വന്നത് ലിയോ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ആ ട്രെയിൻ കമ്പനിയുടെ ട്രെയിനിലാണ്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സബ്വേ പോലെയുണ്ട്. ആ സബ്വേയുടെ അങ്ങോട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട്, അപ്പോൾ കുറേ സ്ഥലത്തേക്കുള്ള കണ്ട ബോർഡ് കണ്ടോ, പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. 5 പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ആ പ്ലാറ്റ്ഫോംസിലേക്ക് ഓരോരോ സ്ഥലത്തേക്കുള്ള ട്രെയിൻസ് ഡയറക്റ്റ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യം തന്നെ ലിയോ എക്സ്പ്രസ്സിൽ തന്നെ പോയിട്ട് ചോദിക്കാം ഏതാണ് ലാസ്റ്റ് ട്രെയിൻ ടു ഡുനാസ്ക സ്ട്രഡ ഉള്ളത്, സോ ദാറ്റ് ഇനി ലേറ്റായി പോയിട്ട് ലാസ്റ്റ് തിരിച്ചു. നമ്മൾ 1 day ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്, അപ്പോൾ തിരിച്ചു പോകാൻ പറ്റാതിരിക്കണ്ട എന്നോർത്തിട്ട്. അപ്പോൾ ആദ്യം തന്നെ അവിടെ പോയി എൻക്വയറി ചെയ്തു. അപ്പോൾ എൻക്വയറി ചെയ്തപ്പോൾ മനസ്സിലായി യൂഷ്വലി ട്രെയിൻ ടു ഓസ്ട്രിയ വിയന്നയിലേക്കുള്ള ട്രെയിൻ ഈസ് ഫ്രം ദ സെയിം സ്റ്റേഷൻ. പക്ഷേ ഇന്ന് എന്തോ റെയിൽവേ ലൈനിൽ പണിയുള്ളതുകൊണ്ട് വേറെ ഒരു സ്റ്റേഷനിലേക്ക് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ബസ് പിടിച്ചിട്ട് ആ സ്റ്റേഷനിൽ പോയിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് വേണം പോകാൻ എന്ന് അവർ പറഞ്ഞു തന്നു. അപ്പം നമ്മൾ ഒരു 8:30 ആയിരുന്നു, നമുക്ക് വിശന്ന് കണ്ണ് തള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു കബാബിൻ്റെ ഷോപ്പ്, അപ്പോൾ അവിടെ കയറി നമ്മൾ ഒരു ഹോട്ട് ഡോഗും ഒരു ചിക്കൻ കബാബും വാങ്ങിച്ചു. അപ്പോൾ അത് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം എന്ന് ആണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ അത് ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റേഷൻ്റെ പുറത്ത്, ഇതിപ്പോൾ ബ്രാത്തിസ്ലാവ ട്രെയിൻ സ്റ്റേഷൻ്റെ പുറത്താണത്. ഓക്കെ, ഇവിടെ ബസ്സുകൾ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നും പോയിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഗൂഗിളിൽ നമുക്ക് നാവിഗേഷൻ്റെ സംഭവങ്ങൾ നോക്കണ്ടതെന്ന്. ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് പറഞ്ഞുതരാം, മിക്കവർക്ക് അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ബസ് നമ്പർ 93 അവർ പറഞ്ഞു. അപ്പോൾ അത്
അതിൽ കയറിയിട്ട് നമ്മൾ പോകാനായിട്ട് നിൽക്കുകയാണ് മറ്റേ ഓസ്ട്രിയക്കുള്ള ഇതെടുക്കാൻ വേണ്ടിയിട്ട്, ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പെട്രസോവ മറ്റോ ആയിരുന്നു സ്റ്റേഷൻ്റെ പേര്. ഞാൻ സ്റ്റേഷനിലെത്തുമ്പോൾ അതിൻ്റെ ബോർഡ് കാണുമ്പോൾ പറയാട്ടോ, എക്സാക്ട് നെയിം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. നമ്മൾ സ്റ്റേഷനിൽ വന്നു. ഈ മറ്റേ ഓസ്ട്രിയക്ക് പോകാനുള്ള ട്രെയിൻ ഇന്ന് ഇവിടെ നിന്നാണുള്ളത്. അപ്പോൾ ഞങ്ങൾ 2 ടിക്കറ്റ്സ് എടുത്തു. അപ്പോൾ ഇറ്റ് കെയിം അറൗണ്ട് 35 യൂറോസ്, 2 പേർക്ക് 1 വേ, 35 യൂറോസ് കേട്ടോ. അത്രയാണ് ആയത്. അപ്പോൾ നമ്മൾ 1 വേ ടിക്കറ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ, പിന്നെ റിട്ടേൺ ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ട്രെയിനിന് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ട്രെയിൻ ഓൾറെഡി നിൽപ്പുണ്ട്. ഇവിടെ കാണുന്ന മഞ്ഞ കളറാണ്, മഞ്ഞ പച്ച കളറാണ് നമ്മളുടെ ട്രെയിൻ. അപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് കയറാം. ഓക്കെ, ഇത് കുറച്ചും കൂടി ഒക്കെ ഒരു ഹൈഫൈ ട്രെയിനാണ്. മറ്റേ ലിയോ എക്സ്പ്രസ്സിനേക്കാളും കുറച്ചും കൂടി വേറെ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് തുറന്ന് അകത്തേക്ക് കയറി. ഓക്കെ, അപ്പോൾ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ഓൾമോസ്റ്റ് കുറേ എംപ്റ്റി ആയിരുന്നു സീറ്റ്സൊക്കെ. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണം. ഓരോ സീറ്റ് എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മൾ വി ആർ കണ്ടിന്യൂയിങ് അവർ ജേർണി. ഓൾ എക്സൈറ്റഡ് ടു ഗോ ടു വിയന്ന, ഓസ്ട്രിയ. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ടു വിയന്ന, ഓസ്ട്രിയ. എന്താ ചിരി കണ്ടില്ലേ? ഞങ്ങൾ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രിയ 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഹബ്സ്ബർഗ് രാജവാഴ്ചയുടെ ആയിരുന്നു ഈ ഓസ്ട്രിയ. ഓക്കെ, നൂറ്റാണ്ടുകളായി മധ്യ യൂറോപ്പിലെ ഒരു പ്രധാന സാമ്രാജ്യ ശക്തിയുമായിരുന്നു കേട്ടോ. 16-ാം നൂറ്റാണ്ട് മുതൽ വിയന്ന വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായും സേവനം അനുഷ്ഠിച്ചിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഹിസ്റ്ററി ഓസ്ട്രിയയുടെ. പക്ഷേ ഇനി നമുക്കവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നാണ് നമുക്ക് നോക്കണേ. അപ്പോൾ സ്ഥലങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞുതരാം. പക്ഷേ ഓസ്ട്രിയയിൽ നമുക്ക് മെയിൻ ഓസ്ട്രിയ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനുള്ളത്. അവിടുത്തെ ശാസ്ത്രീയ സംഗീതം. അപ്പോൾ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി നിൽക്കുന്നവരുണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, പിന്നെ അവിടെ അതൊരു ഭയങ്കര കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും നല്ല ഹിസ്റ്റോറിക് ബിൽഡിങ്സ്. പിന്നെ അവരുടെ കോഫി കൾച്ചർ ഭയങ്കര ഫേമസ് ആണ്. അതായത് ഒത്തിരി കോഫി ഷോപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നു. പിന്നെ അവർ കുറേ വിൻ്റർ സ്പോർട്സൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ നമുക്കിപ്പോൾ 1 ഡേയിൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളൊരു കാര്യം മൈൻഡിൽ വെക്കേണ്ടത്, നമ്മൾ 1 ഡേ ടൂറാണ് പോണത്. അപ്പോൾ എല്ലാം ഇപ്പം ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റിൽ ഓടി നടന്ന് വേണമെങ്കിൽ നമുക്ക് ഫുൾ ഓൾഡ് ടൗണും സെൻട്രൽ ടൗണും ഒക്കെ കാണാം. പക്ഷേ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കണില്ല. നമ്മൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കാണാം, പിന്നെ കുറച്ച് ഫുഡ്സൊക്കെ ട്രൈ ചെയ്യുക, കുറച്ച് ഷോപ്സിലൊക്കെ കയറുക, അങ്ങനെയാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇതാണ് ഓസ്ട്രിയ സ്റ്റേഷനിലെത്തി നമ്മൾ ഓൾറെഡി. ഭയങ്കര വലിയ സ്റ്റേഷനാണ് കേട്ടോ ഓസ്ട്രിയ സ്റ്റേഷൻ. കാരണം അവിടെ നിന്നും ഒത്തിരി കൺട്രീസിനായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത് വലിയൊരു സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ വന്നിട്ടുള്ളത് ഓസ്ട്രിയയിലെ വിയന്നയാണ് ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ. ഓക്കെ, ഇവിടുന്ന് ഈ ഓസ്ട്രിയയ്ക്ക് 8 ബോർഡേഴ്സ് ഉണ്ട്. ഓക്കെ, ജർമ്മനി, ചെക്ക് റിപ്പബ്ലിക്, സ്ലൊവേക്കിയ, ഹംഗറി, സ്ലൊവേനിയ, ലിച്ചസ്റ്റൈൻ, ഇറ്റലി ആൻഡ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്നൊക്കെ ഈ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഉള്ള ട്രെയിൻസ് കാണുമായിരിക്കും. അതാണെന്ന് തോന്നുന്നു. ഭയങ്കര വലിയ സ്റ്റേഷനാണ്, അടിപൊളി സ്റ്റേഷനാണ്. ഷോപ്പിംഗ് സെൻറ്റർ പോലെ ഇതിപ്പുണ്ടായി. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിലൊക്കെ കയറി ചെറുതായിട്ടൊക്കെ എന്തോ ഒരു ചെറിയ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതായത് ബസ് വേണമല്ലോ പുറത്തൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ബസ്സിൻ്റെ 1 ഡേ ഫുള്ള് ഉപയോഗിക്കാൻ പറ്റണ 8 യൂറോസ് ആയിരുന്നു ആ ടിക്കറ്റിന്. അങ്ങനത്തെ 2 ടിക്കറ്റ്സ്, ഒരു ടിക്കറ്റിന് 8 യൂറോസ്. അപ്പോൾ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് 1 ഫുൾ ഡേ ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു ടിക്കറ്റ് അങ്ങ് എടുത്തു. അപ്പോൾ നമുക്ക് ബസ്സിൽ വേണമെങ്കിൽ ബസ്സിൽ കയറാം, ട്രാമിൽ വേണമെങ്കിൽ ട്രാമിൽ കയറാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഗൂഗിളിൽ ഓരോ പ്ലേസസ് വെച്ചിട്ട് അത് നമ്മൾ ഏത് ബസ്സാണ് കയറേണ്ടത്, ഏത് ട്രാമാണ് കയറേണ്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഞാനതൊരു ഡീറ്റെയിൽ വീഡിയോ വേറെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് മൊത്തം കറങ്ങിയത്. ഇനി അതല്ല വല്ലവർക്കും ബിഗ് ബസ് ടൂറോ അല്ലെങ്കിൽ സൈറ്റ് സീയിങ്സ് ടൂറോ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ അവരുടെ ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം.
അപ്പോൾ 1 ഡേ ടൂറിന് അന്ന് അവർ പറഞ്ഞത്, അതായത് ഇത് മെയ് 2024 കാര്യമാണ് ഞാൻ പറയണത്, അവർ പറഞ്ഞത് €35 ഫോർ ദാറ്റ് ബിഗ് ബസ് ടൂറ്, 1 ഫുൾ ഡേ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്. മറ്റേ സൈറ്റ് സീയിങ് ടൂർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബസ് കമ്പനി ഉണ്ട്, അവർ പറഞ്ഞത് 1 ഡേക്ക് €40 പെർ പേഴ്സൺ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ഡെസ്റ്റിനേഷനിലും ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അവിടെ എത്തിയപ്പോൾ 12 മണി മറ്റോ ആയി. അപ്പോൾ ഞങ്ങളത് പിന്നെ ഓപ്റ്റ് ചെയ്തില്ല. അത് ഇതാണ് ഞാൻ പറഞ്ഞ സൈറ്റ് സീയിങ് ടൂറിൻ്റെ ബസ്. ഇങ്ങനത്തെ ഡബിൾ ഡക്കർ ബസ്സിൽ പോവുകയാണെങ്കിൽ ഒട്ടും ഹാസിലൊന്നുമില്ല. നമ്മളിത് കണ്ടുപിടിച്ച് നടക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ട. ഇതിൽ കയറി പെട്ടെന്ന് കാണാനൊന്നും താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യണം. അത് വേറൊരു ദിവസം കുറച്ച് സ്ഥലങ്ങൾ വന്ന് കാണാം എന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം നമുക്ക് ഓൺ ദ വേ ഉള്ള അങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ ഒരു ഇറ്റിനറി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് എടുക്കാഞ്ഞേ. വേണ്ടവർക്ക് വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളിപ്പോൾ ട്രാം ഒരെണ്ണം അന്വേഷിച്ച് ഇങ്ങനെ പോയി. അപ്പോൾ ദേ പോണ വഴിക്ക് ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനെ ഒരു ഷോപ്പിൻ്റെ പേര് വിത്ത് 3 zeros, MOONS, മൂൺസ്. അത് ഞാൻ ആദ്യമായിട്ട് കാണാം. അതാണ് ഞാനത് ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബെൽവെഡർ പാലസിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ട്രാം നോക്കി നടന്ന് ഇപ്പോൾ പാലസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻസ് ഇൻ ഓസ്ട്രിയയാണ്. കുറേ നല്ല അടിപൊളി സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പാലസ് ഒന്ന് കണ്ടിട്ട് ഇപ്പോൾ വരാം. ഇതേ നോക്കിയേ, ട്രാം പോണ്ട് റോട്ടിൽ കൂടെ, അതിൻ്റെ കൂടെ വണ്ടികളും അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രാഫിക് കൺട്രോളിൻ്റെ പരിപാടിയിൽ നിന്ന് പിടുത്തം കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബെൽവെഡർ പാലസ്. കുറേ എൻട്രൻസുകളുണ്ട് കേട്ടോ. നമ്മളിതിലെങ്ങനെ എൻ്റർ ചെയ്തു. നല്ല ഒരു അടിപൊളി പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഒരു ഉഗ്രനൊരു ഗാർഡനും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്ത് ഒക്കെ പോയാൽ മതി. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി സ്പോട്ട്സൊക്കെ ഉണ്ട്. പിന്നെ മേജർലി കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി നിന്ന് പോവും. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇത് വൺ ഓഫ് ദ പ്ലേസസ് വിച്ച് യു നീഡ് ടു സ്പെൻഡ് സം ടൈം. സോ അതാണ് ഇത്. അപ്പോൾ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാം.
അങ്ങനെ നമ്മൾ ഈ പാലസിൽ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, നമ്മൾ കയറിയത് മറ്റേ സൈഡിൽ കൂടെയാണ്. അതിൽ ബാക്ക് സൈഡിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ട്രാം പിടിച്ചിട്ട് ഇനി വേറെ ഓൾഡ് ടൗണിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എന്തെങ്കിലും സ്നാക്കും കുടിക്കാനും എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചാണ് ഒരു സ്നാക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരു സാധാ ഒരു സ്നാക്കാണത്. പിന്നെ ഒരു ഡ്രിങ്ക് വാങ്ങിച്ചു. അതൊരു ഓറഞ്ച് ഡ്രിങ്കാണ്. നമ്മുടെ ടാങ്ങിൻ്റെ ടേസ്റ്റായിരുന്നു സംഗതിക്ക്. അങ്ങനെ അത് രണ്ടും വാങ്ങിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ട്രാമിൻ്റെ സ്റ്റേഷൻ അങ്ങോട്ട് നടന്നു. അപ്പോൾ അവിടെ ഒരു നൈസ് ചേർച്ചൊക്കെ കണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി. അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ബേസിക്കലി. ഇറ്റ് വാസ് നോട്ട് എ ചേർച്ച്. അപ്പോൾ അതൊരു മ്യൂസിക് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ അവിടെയൊക്കെ പോയി കണ്ട് നല്ല ഒരു സൈലൻസ് സീ ഇറ്റ്സ് റിട്ടൺ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂസിക് ആൻഡ് പെർഫോമൻസ് ആർട്ട് വിയന്ന. ഓക്കെ, ആ യൂണിവേഴ്സിറ്റി അത് ഒരു നല്ല അടിപൊളി ഒരു ബിൽഡിങ്. എല്ലാം ഒരു ഹെറിറ്റേജ് ബിൽഡിങ്സാണ് കംപ്ലീറ്റ് കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ ഈ വിയന്ന ഓസ്ട്രിയ ഒരു നല്ല ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം ഒരു ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സാണ്. ആ സിറ്റി തന്നെ അങ്ങനെയാണ്. അപ്പോൾ നല്ല രസമാണ് അവിടെ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ജസ്റ്റ് റോം അറൗണ്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇച്ചിരി അങ്ങ് പോയി കഴിയുമ്പോഴാണ് നമ്മളെ ട്രാമിൻ്റെ സ്റ്റോപ്പ്. അപ്പോൾ ട്രാം എടുത്തിട്ട് നമുക്ക് ഓൾഡ് ടൗണിലേക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ട്രാമിൽ കയറി. അപ്പോൾ ട്രാം വന്ന് ഈ ട്രാമിൽ കയറിയിട്ടാണ് നമ്മൾ ഓൾഡ് സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഫുൾ ഡേയുടെ പാസ് എടുക്കണം, പബ്ലിക് ട്രാൻസ്പോർട്ട് പാസ്. അപ്പോൾ നമുക്ക് വി ക്യാൻ യൂസ് ബോത്ത് ബസ് ആസ് വെൽ ആസ് ട്രാം. ആ പാസ് എടുക്കുകയാണെങ്കിൽ ഈസിയാണ്. €8 ഫോർ 1 പേഴ്സൺ ആയിരുന്നു അത് നല്ല വെറുത്താട്ടോ. നമുക്കപ്പോൾ ഒന്നും ആലോചിക്കേണ്ട. ഈ ഗൂഗിളിൽ അതങ്ങ് നോക്കാം, ഏതാണ് ട്രാമാണോ ബസ്സാണോ അടുത്തുള്ളത്, അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഓൾഡ് ടൗണിൽ ബസ് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഐറ്റമാണ് സോസേജസ്. പക്ഷേ നമ്മൾക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല, ഈ സോസേജിൽ മൊത്തം പോർക്ക് മിക്ക സ്ഥലത്തും ചോദിച്ചപ്പോൾ ആഡഡ് ആണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോർക്ക് കഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റിയില്ല. പോർക്ക് കഴിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദാറ്റ്. ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് സാധനം, നല്ല മണവും ഒക്കെയാണ്. പക്ഷേ പോർക്കായതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അങ്ങ് ടൗണിലൊക്കെ അങ്ങനെ ജസ്റ്റ് ഇതൊക്കെ ഫുഡ് സ്ട്രീറ്റ്സ് കംപ്ലീറ്റ് ഫുഡിൻ്റെ സ്റ്റാളുകളാണ്. നല്ല തിരക്കുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ വിയന്ന എനിക്ക് തോന്നുന്നു നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വാങ്ടങ് സൂപ്പും ഓർഡർ ചെയ്തു. പിന്നെ ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു ചിക്കൻ നൂഡിൽസ് അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ പ്രോൺസ് നൂഡിൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് പ്രോൺസ് നൂഡിൽസും ഓർഡർ ചെയ്തു. പിന്നെ ഒരു ചിക്കൻ വിത്ത് വെജിറ്റബിളിൻ്റെ ഡിഷും ഓർഡർ ചെയ്ത്. നല്ല ഫുഡൊക്കെയാണ്. അറൗണ്ട് €35 ആയി കേട്ടോ. കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 2 പേർക്ക് ശരിക്കും നല്ല ഫില്ലിംഗ് ആയിരുന്നു സംഭവം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഈ സ്ട്രീറ്റിൽ ഫുള്ള് നല്ല തിരക്കാണ്. ഞങ്ങൾ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കായി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ പോകാൻ പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് സെയിൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ, അങ്ങോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അവിടുത്തെ നമ്മൾ ഓസ്ട്രിയയിൽ വിയന്നയിൽ പോയി കഴിഞ്ഞാലുള്ള ഒരു മെയിൻ സ്ട്രീറ്റിൻ്റെ ഓൾഡ് ടൗണാണ്. ഇവിടെ കുറേ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഷോപ്സും ഗെസ്സിൻ്റെ കണ്ടില്ലേ, അതേപോലെ തന്നെ കുറേ സ്ട്രീറ്റ് ഫുഡും കുറേ പല ടൈപ്പ് ഫുഡും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് അവിടെ, നല്ലൊരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഇങ്ങനെ കുറേ അവിടുത്തെ ട്രാൻസ്പോർട്ട് സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ നടന്ന് സെയിൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൻ്റെ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ലൈബ്രറി കണ്ടു. അപ്പം നേഹ ലൈബ്രറിയിൽ കയറണം എന്ന് പറഞ്ഞു.
അപ്പോൾ അവിടെ കയറി. പിന്നെ ഇതൊരു ചോക്ലേറ്റിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവിടെ കയറി ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ കഴിക്കാനായിട്ടുള്ളതും. പിന്നെ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ളതും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെയും അങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമ്മളേ ഈ ചൈനീസ് കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ദാഹമായിരുന്നു. ദാഹിച്ച് ഞങ്ങൾ വെള്ളം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നടന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഇത് പബ്ലിക്കിൽ അവിടെ വേണ്ടിയിട്ട് വെള്ളം വെച്ചേക്കണതാണ്, എല്ലാവരും വന്ന് കുടിക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ കാശ് കൊടുത്ത് മേടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നേരെ ആ സംഭവത്തിൻ്റെ അങ്ങോട്ട് പോയി. നല്ല തണുത്ത വെള്ളം കേട്ടോ. അവിടുന്ന് നമ്മളും എടുത്തു കുറച്ച് വെള്ളം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് ബോട്ടിലൊക്കെ നിറച്ച് നമ്മൾ വയറൊക്കെ നിറച്ച് വെള്ളം കുടിച്ചു. അത് നല്ല തണുത്ത വെള്ളം, നല്ല ചില്ലായിട്ടുള്ള വെള്ളം. അപ്പോൾ അതൊരു അടിപൊളി സംഭവമാണ്. പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിറച്ചെടുക്കാം, എത്ര വേണമെങ്കിലും കുടിക്കുകയൊക്കെ ചെയ്യാം, അതൊന്നും നമുക്ക് പ്രോബ്ലമൊന്നുമില്ല. അതല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വായ വെച്ച് കുടിക്കേണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, അത് നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്ത തന്നെ നമുക്കങ്ങനെ കുടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളടുത്ത് ബോട്ടിലുള്ള കാരണം നമ്മളതിൽ നിന്ന് എടുത്തു. പിന്നെ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇച്ചിരി ഇങ്ങനെ നടന്നപ്പോൾ കണ്ടതാണ് ഈ ഷോപ്പ്. ഇത് ഒരു ഐസ്ക്രീം ഷോപ്പാണ്. അപ്പോൾ പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു പിസ്താഷ്യോ ആണെന്ന് തോന്നുന്നു, അതും പിന്നെ മാംഗോ ഫ്ലേവർ പുള്ളി സജസ്റ്റ് ചെയ്തതാണ്. മാംഗോ ഫ്ലേവർ അൽഫോൺസ മാംഗോ അറിയോ എന്നൊക്കെ പുള്ളി ചോദിച്ചു. അൽഫോൺസ മാംഗോ നമുക്ക് യുഎയിലുള്ളവർക്ക് ഭയങ്കര പരിചയമുള്ള സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഐസ്ക്രീം. അത് ട്രൈ ചെയ്തു ഞങ്ങൾ. അപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കണ ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. ഇതാണ് നമ്മൾ ഐസ്ക്രീം. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഫ്രണ്ടിലേട്ട് നടന്നു. അപ്പോൾ ഇതാണ് സെയിൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ വിയന്ന. ഇതൊരു മെയിൻ ലാൻഡ്മാർക്കാണ് കേട്ടോ വിയന്നയിലെ. മസ്റ്റ് ഗോ പ്ലേസസിൽപ്പെട്ട ഒരു സംഗതിയാണ്. അതിൻ്റെ ഏരിയയിലൊക്കെ ഭയങ്കര റഷും നല്ലൊരു വൈബുമാണ്. ഈ കത്തീഡ്രൽ ഉണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കൾച്ചറൽ സെൻറ്റർ, ബട്ട് ഇതിനെ അവിടെ ആൾക്കാർ വിളിക്കുന്നത് സ്റ്റെഫ് എന്നാണ്. അവർക്കിത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. ഇത് സിംബലൈസ് ചെയ്യുന്നത് വിയന്നയുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള റിപ്പബ്ലിക്കിൻ്റെ പൂർണ്ണ നിർമ്മാണത്തിൻ്റെ ഒരു പര്യായമായിട്ടാണ് അവർ ഈ കത്തീഡ്രലിനെ കാണുന്നത്. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ടു വിസിറ്റ് ഇൻ വിയന്ന. അപ്പോൾ ഈ കത്തീഡ്രൽ ഉള്ളത് ഓൾഡ് ടൗണിലാണ്. അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ നല്ല റഷാണ്. പിന്നെ ഒത്തിരി ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചറൽ ബിൽഡിങ്സും തിരക്കും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് അവിടെ ഓട്ടോറിക്ഷ പോലത്തെ ടാക്സീസ് ആണ്. ഒരു പ്രത്യേക ഷേപ്പിലാണല്ലേ. അപ്പോൾ അത് അവൈലബിളാണ്. കുറേ നമ്മൾ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അതെടുത്തിട്ട് ജേർണി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ ചുറ്റുഭാഗത്ത് നല്ലൊരു വൈബാട്ടോ. അപ്പോൾ അവിടെ കുറേ നേരമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട്. നമ്മൾ പിന്നെ ഓടി ഓടി നടന്ന് കാണുന്നവരല്ല, അത് തന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് അതൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ അതേ ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടല്ലോ ഈ കുതിരവണ്ടി.
അപ്പോൾ ഇതിനെ വിളിക്കുന്നത് ഫിയാക്കേഴ്സ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4 വീലിൽ ഉള്ള ഹോഴ്സ് റൈഡാണ്. അപ്പോൾ അത് അവൈലബിൾ ആണ്, നമുക്ക് റെൻറ്റിന് എടുക്കാം. അത് 30 മിനിറ്റ്സിൻ്റെ ഉണ്ട്, 90 മിനിറ്റ്സിൻ്റെ ഉണ്ട്. അപ്പോൾ അത് മേജർ ലൊക്കേഷൻസിലൊക്കെ നമ്മളെ ഇങ്ങനെ ഒരു ഗൈഡഡ് ടൂർ പോലെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് അവിടെ കറക്കും. നല്ല രസമുണ്ടല്ലേ, അത് കൊള്ളാം. അത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഫുള്ള്. ഈ നമ്മൾ സെയിൻറ്റ് സ്റ്റീഫൻസ് കാസലിൻ്റെ അവിടുന്ന് നടന്ന് ഫെർദർ നടക്കുമ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് സ്റ്റേറ്റ് ഹാൾ ഇൻ വിയന്ന, ഓസ്ട്രിയ കേട്ടോ. അപ്പോൾ ഈ സ്റ്റേറ്റ് ഹാളിൻ്റെ അകത്താണ് ഈ ഓസ്ട്രിയൻ നാഷണൽ ലൈബ്രറി ഉള്ളത്. ഇതൊരു നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഇവിടെ ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. പിന്നെ കുറച്ച് ക്വയറ്റാണ്, നല്ല വെതറൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടുന്ന് പോയത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനെ അധികം ഓടി നടന്ന് കാണുന്ന പരിപാടിയില്ല, കുറച്ച് റിലാക്സ് ചെയ്ത് അവിടുത്തെ ലോക്കൽ കാര്യങ്ങളൊക്കെ കണ്ട് ശ്രദ്ധിച്ച് ഒക്കെ ഇരുന്നു. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ആൾക്കാരെയും ഒക്കെ വാച്ച് ചെയ്തൊക്കെ ഇരുന്നു. ഒത്തിരി ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഓസ്ട്രിയയിൽ. ഇഷ്ടംപോലെ ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് അത്. നമുക്ക് അവിടെ ഓരോ സ്ഥലത്തൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ നമുക്ക് കാണാം. പിന്നെ എവിടെ നോക്കിയാലും അടിപൊളി കൾച്ചറൽ ബിൽഡിങ്സാണ്. അപ്പോൾ എല്ലാ ബിൽഡിങ്സിലൊന്നും കയറാനും ഒന്നും നമ്മൾ നിന്നിട്ടില്ല, എല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത് റിലാക്സ് ചെയ്തൊക്കെ ഇരുന്ന് ഒക്കെയാണ് അങ്ങനെ നമ്മൾ പോയത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് ബസ്സിൽ കയറി തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പിന്നെ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഒരു അടിപൊളി ബിൽഡിങ്ങൊക്കെ കണ്ടപ്പോൾ നമ്മളവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വിചാരിച്ചു കുറച്ച് നടന്നിട്ട് അങ്ങോട്ട് ഈ സ്റ്റേഷനിലേക്കുള്ള ബസ്സിൻ്റെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളൊരു കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ ഷോപ്പ് ഉണ്ട്. ഇത് കണ്ടത് കഫേസാണ് സൈഡിലിരിക്കണ, സൈഡിലുള്ളത് ആൾക്കാരൊക്കെ ഇരുന്ന് ചായ കോഫി കൾച്ചർ ഇവിടെ ഭയങ്കര ഇതാണ്, ഫേമസ് ആണ്. അപ്പോൾ അവിടെ ഇരുന്നൊക്കെ കുടിക്കുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് നോക്കാനായിട്ട്. എന്തോ ഒരു ചെറിയ സാധനം മറ്റോ വാങ്ങിച്ചിട്ടുള്ളൂ, അല്ലാതെ വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അത് കണ്ടു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കൊരു നൈസ് ലൈബ്രറി കണ്ടു. അപ്പോൾ അങ്ങനെ ലൈബ്രറിയുടെ അകത്തും കയറിയിട്ടുണ്ടായിരുന്നു നേഹ കുറച്ച് ബുക്സൊക്കെ നോക്കാനായിട്ട്. കുറച്ച് നേരം അതിലുമൊക്കെ നടന്നിട്ട് പിന്നെ നമ്മൾ നേരെ ബസ്സിൻ്റെ അങ്ങോട്ട് നടക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ഈ പർട്ടിക്കുലർ കട ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതൊരു ഫ്രോസൺ യോഗേർട്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, അതിങ്ങനെ കണ്ടപ്പോൾ നല്ല യമ്മി ആയിട്ട് തോന്നി, അപ്പോൾ അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ഇതെന്താണെന്നറിയോ, യോഗേർട്ട് നല്ല സ്വീറ്റായിട്ടുള്ള യോഗേർട്ടാണ്. അതിൻ്റെ കൂടെ പിന്നെ ഉള്ളത് നമുക്ക് ഏത് ഫ്രൂട്ട്സാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ഇതിപ്പോൾ വേറൊരാൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് മെലണും പിന്നെ സ്ട്രോബെറി സോസും ഒഴിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മാഷ്മെല്ലോസും ഇട്ടു. അതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത് ഉണ്ടാക്കാൻ പോണതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തത് ദേ മെലൺ ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് സ്ട്രോബെറി സോസും ഒഴിച്ചു. പിന്നെ നമ്മൾ ഫ്രഷ് സ്ട്രോബെറി അല്ല ഇട്ടത്, നമ്മൾ സ്ട്രോബെറിയുടെ സോസാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 ടോപ്പിങ്സ് നമുക്ക് എടുക്കാം, ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് മാഷ്മെലോസും ആഡ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോസൺ യോഗേർട്ട്. നോക്കി, നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഉള്ളത് നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ കാണിച്ചില്ലേ നേരത്തെ, ആ കത്തീഡ്രലിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലത്താണ് ഈ കടയുള്ളത്. അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇത് വാങ്ങിച്ച് കഴിക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ പിന്നെ ആ ബസ്സിൽ കയറിയിട്ട് നേരെ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ നമ്മളുടെ ഇൻറ്റൻഷൻ ബിഫോർ 10:30 ആകുമ്പോഴത്തേനും ഡുനാസ്കസ്ട്രയിൽ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 7:30 ആയപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങിയത്. അതർവൈസ് വി ഹാവ് ട്രെയിൻ ടിൽ 11 o'clock ഫ്രം ബ്രാത്തിസ്ലാവ. അപ്പോൾ ഇതേ സമയം കണ്ടോ, 7:30 ആയിട്ട് ഉള്ളൂ. പക്ഷേ നല്ല വെളുത്തിരിക്കുകയാണ്, ഇരുട്ടൊന്നും ആയിട്ടില്ല. ഇത് മെയ് മാസം 2024 കാര്യമാണ് ഞാൻ പറയണേ. ഐ തിങ്ക് യൂഷ്വലി ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ് ഇൻ ദിസ് ടൈം ഓഫ് ദ ഇയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ലോങ് ഡേയ്സ് ഉണ്ട്.
അപ്പോൾ നമ്മളിങ്ങനെ ഇത് സ്റ്റേഷൻ്റെ അകത്താണ്. ഇത് വിയന്ന ട്രെയിൻ സ്റ്റേഷൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ വലിയ സ്റ്റേഷൻ. അപ്പോൾ അവിടെ നമ്മൾ ഈ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കാലത്തെ തന്നെ ഇത് കോൺ ഡോഗ്. അപ്പോൾ വാങ്ങിക്കണം, ഞങ്ങൾ വൈകുന്നേരം പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുള്ളത് ടർക്കിയാണ്. ടർക്കി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺ ഡോഗാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിൻഡ് മിൽസ്. ഇതിൽ നിന്ന് ഇലക്ട്രിക് പവർ ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി പുതിയ വീഡിയോസ് വരുന്നുണ്ട് യൂറോപ്പിലെ. അപ്പോൾ സീ യു സൂൺ ഇൻ അനദർ എപ്പിസോഡ്. ടിൽ ദാറ്റ് ടൈം യു ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.